ബ്രൗൺ ഷുഗർ ആണോ വൈറ്റ് ഷുഗർ ആണോ എന്നുള്ളത് കുറേ ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബ്രൗൺ ഷുഗർ ആണോ വൈറ്റ് ഷുഗർ ആണോ ഹെൽത്തിയർ ഓപ്ഷൻ? അപ്പോൾ ഞാൻ പറയുന്നത് വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും ഇത് രണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും അതിൻ്റെ അകത്ത് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വൈറ്റ് ഷുഗറിൻ്റെ അകത്ത് കാലറീസ് വളരെ കൂടുതലാണ്. ഒരു ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ തന്നെ 47 കാലറീസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിനകത്ത് പോഷക ഗുണങ്ങളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല. ഇപ്പം വൈറ്റ് ഷുഗർ ഉണ്ടാക്കുന്നത് കരിമ്പിൻ്റെ അകത്ത് അത് പ്രോസസ്സ് ചെയ്താൽ, അപ്പം ഒരുപാട് സ്റ്റെപ്സ് പ്രോസസ്സിങ് ചെയ്തിട്ടാണ് അതങ്ങനെ വൈറ്റ് കളറിലാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കെമിക്കൽസും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വൈറ്റ് ഷുഗർ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആഹാരപദാർത്ഥം തന്നെയാണ് ഈ വൈറ്റ് ഷുഗർ. കൂടുതൽ ആൾക്കാരും അതാണ് ഉപയോഗിക്കുന്നത്. അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ കാരണമാകുന്നു. പിന്നെ നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഷുഗർ കൂടുന്നു. പിന്നെ അതിൽ വേറെ പോഷക ഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു ഹെൽത്തിയർ ഓപ്ഷനല്ല. പിന്നെ ഉള്ളതാണ് ബ്രൗൺ ഷുഗർ. അപ്പോൾ ഒത്തിരി ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് ബ്രൗൺ ഷുഗർ കഴിക്കുന്നത് ഒരു ഹെൽത്തിയർ ഓപ്ഷനാണെന്ന്. ബ്രൗൺ ഷുഗർ ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെ ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ടാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കരിമ്പിൻ ചണ്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ബ്രൗൺ കളർ കിട്ടുന്നത്. പിന്നെ ബ്രൗൺ ഷുഗർ കൂടുതലായിട്ടും ബേക്കറി പ്രൊഡക്ട്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നത്. ബ്രൗൺ ഷുഗറിൻ്റെ അകത്ത് കരിമ്പിന് ചണ്ടി ചേർക്കുന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചളവിൽ അയണും കാൽസ്യവും മാഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് അളവിലില്ല, വളരെ ചെറിയ അളവിൽ മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ ശരീരത്തിന് വലിയ പോഷക ഗുണങ്ങളൊന്നും നൽകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതൊരു ഹെൽത്തിയർ ഓപ്ഷനാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾ ഷുഗർ കട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇടയ്ക്ക് ഷുഗർ കഴിക്കാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ, മധുരം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ആസ് എ ഡയറ്റീഷ്യൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിന് പകരമായിട്ട് ശർക്കര ജാഗറി കഴിക്കുക. അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും അയണുണ്ട്. അത് അനീമിയ തടയാൻ നല്ലതാണ്. പിന്നെ ഈ ശർക്കര കഴിക്കുമ്പോൾ ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പോഷകഘടകങ്ങളൊക്കെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇനി മധുരം കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശർക്കര തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.